കയ്യുറൊക്കെ ഇട്ടിട്ട് എന്താ ചെയ്യാൻ പോണേന്നല്ലേ കാണിച്ചു തരാം. വാ ഇവിടെ വാ വാ. നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകും. ഇവിടെ വാടാ. ഇതിങ്ങനെ ചീകുമ്പോഴേ കുറച്ച് രോമമൊക്കെ പോയി കിട്ടും അതിൻ്റെ, അല്ലെങ്കിൽ കൊഴിഞ്ഞ അകത്തൊക്കെ വീഴും. അത് കാരണം കണ്ടില്ലേ കണ്ടില്ലേ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇതിൻ്റെ പണിയാണ്, ഈ പണിയാണ് കുറച്ചൊക്കെ. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഇതും കൊണ്ട് ചെയ്യുമ്പോൾ ഇതിലേക്ക് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതാണ് പരിപാടി. അപ്പോൾ ഗീതാ വിശ്വനാഥൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടുപേരുണ്ട് കേട്ടോ, ഇസു ലൂക്ക. ശരിക്കും പറഞ്ഞാൽ ഞാൻ പൂച്ചയുടെ ബിസിനസ്സൊക്കെ തുടങ്ങാം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ വിൽക്കാം എന്നൊക്കെ പറഞ്ഞാട്ടോ പൂച്ച വാങ്ങിച്ചത്. ഒരാണും പെണ്ണും എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു. പക്ഷേ ഞാൻ ആണായിപ്പോയി. അത് പറ്റിക്കപ്പെട്ടു പൂച്ചയുടെ കാര്യത്തിൽ. അപ്പോൾ ഏതായാലും വളർന്നുപോയി. രണ്ടും പാവമാണ്. ഞാൻ ശരിക്കും ഇണങ്ങി കഴിഞ്ഞു. അപ്പോൾ ഇനി പോട്ടെ, രണ്ടാമ്പിള്ളേർ. അങ്ങനെ പൂച്ചേനെ വിറ്റ് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാ കേട്ടോ. ആ പണിയാണ് ഈ ചീറ്റിപ്പോയതെന്ന് ഓർക്കണം. ഇപ്പോൾ കയ്യിൽ നിന്നുള്ള പൈസ മൊത്തം ചിലവാകുക. കാരണം ഞാൻ വീട്ടിൽ ഇറച്ചിയും മീനോ അങ്ങനെ വെക്കാത്ത കാരണം ഇതുങ്ങൾക്ക് തീറ്റ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വേണം കൊടുക്കാൻ. അപ്പം ഞാനേ അതിൻ്റെ രോമമൊക്കെ ഇങ്ങനെ അകത്തല്ലേ കൂടുതൽ, ഈ പൂച്ചേനെ പുറമെ അങ്ങനെ ഇടാൻ പറ്റൂല്ലോ. അപ്പോൾ അകത്തൊക്കെ രോമം പറക്കണം. അപ്പോൾ അത് കാരണം എന്നും കുറച്ച് നേരം ഒന്ന് അതിൻ്റെ മുടിയൊക്കെ ഒന്ന് ചീകി, നമ്മൾ മുടിയൊക്കെ ചീകില്ലേ അതുപോലെ തന്നെ. അതിനോട് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒന്നും പൂച്ചേനെ ഇഷ്ടമല്ല. അങ്ങനെ പൂച്ചയെ വീട്ടിൽ വളർത്താൻ ചിലർക്കൊന്നും ഇഷ്ടമായിരിക്കും. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഞാനേ അവിടെ നിന്ന് മാറി, അവർ സമ്മതിക്കണില്ല. രണ്ടും കടി കൂടുക അവസാനം. പിന്നെ മാറ്റുവാരണത്തിനകത്തിട്ട് ഓരോന്നിനെ പുറത്തിട്ടേക്കുക. അപ്പോൾ അങ്ങനെ കേട്ടോ, ചില കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും സന്തോഷത്തോടെ തുടങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ അത് ഇതുപോലെ ചീറ്റി പോണ കേസുകളുണ്ട് അല്ലേ. നമ്മൾ ചിലപ്പോൾ ആഗ്രഹത്തോടെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യമാകുമ്പോഴാണല്ലോ നമ്മൾ ചെയ്യണത്. അങ്ങനെ ഓരോ ചില സമയത്ത് ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറ്റും. നമ്മളങ്ങനെയല്ലേ, എന്തെങ്കിലും ഒന്ന് തുടങ്ങാം, ഒരു ബിസിനസ് ആയിക്കോട്ടെ, വീട്ടിലിരുന്ന് നമുക്ക് 10 രൂപ സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞ് ചെയ്യും. പക്ഷെ ചില സമയത്ത് ഇതുപോലെയൊക്കെ ചീറ്റി പോണ കേസും ഉണ്ട്. പിന്നെ വേണമെങ്കിൽ ഇതിനെ വേറെ പെൺപൂച്ചേനെ കൊണ്ടുവന്ന് ക്രോസ് ചെയ്യിപ്പിക്കുകയോ അത് ഹീറ്റ് ചെയ്യിപ്പിക്കുകയോ ഒക്കെ എന്ന് പറയും. അതൊന്നും വേണ്ട. അതിനൊക്കെ വല്ല കടി കൊണ്ടു കഴിഞ്ഞാൽ പണിയാണ്. കാരണം പുറമെ അവർ ചിലവർ ഈ പൂച്ചേനെ കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കൂട്ടോ. അങ്ങനെ കൊടുക്കാനും മനസ്സ് തന്നെയില്ല, അതുകൊണ്ട് പറ്റണതാണ്. ഇത് ആ കൊറോണ സമയത്ത് ബോറടിക്കണമെന്നും പറഞ്ഞ് മോള് വാങ്ങിച്ചതാണ്. വെറുതെ നേരം പോകാൻ വേണ്ടി 2 വർഷത്തോളം നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നില്ലേ. കൊറോണ വന്നപ്പോൾ ആ സമയത്ത് വാങ്ങിച്ച പൂച്ചകളാണിത്. ഇപ്പം 3 വയസ്സ് കഴിഞ്ഞു. അങ്ങനെ പൂച്ച ബിസിനസ്സൊക്കെ ഞങ്ങളുടെ ചീറ്റിപ്പോയി. അപ്പോൾ എന്ന് കരുതി വെറുതെ ഇരിക്കാൻ പറ്റുമോ നമ്മളില്ലേ, നമുക്ക് വേറൊരു വരുമാനം കണ്ടെത്താൻ നോക്കണ്ടേ. ഇതങ്ങനെ എല്ലാവരും അങ്ങനെയായിരിക്കും അല്ലേ. നമ്മൾ ചില സമയത്ത് നമുക്കറിയില്ലേ, നമ്മുടെ ഒരാളുടെ എന്താ പറയുക, ഒരാളുടെ ഒരു ഇൻകം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് മിക്ക വീട്ടിലും അങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ ശമ്പളമൊക്കെ ഉള്ളവരായിരിക്കണം. അപ്പോൾ ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നവർ, ചെറുകിട കച്ചവടക്കാർ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ ഒരാളുടെ വരുമാനം കൊണ്ട് ചിലപ്പോൾ നമുക്കെല്ലാം വട്ടം എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു വരുമാനം കണ്ടെത്താൻ നോക്കും. അപ്പോൾ ഇത് പറ്റിയില്ലെങ്കിൽ നമ്മൾ വേറൊരു രീതി, അതാണ് ഞാൻ വേഗം റൂട്ടൊന്ന് മാറ്റി ചവിട്ടി, അത്രയേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് ഞാനിങ്ങനെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുമ്പോൾ ഈ സ്കൂളുകളിൽ ചിലപ്പോൾ ഓരോന്നും പുതിയ ഓഡിറ്റോറിയം പണിയണു, അല്ലെങ്കിൽ പാർക്ക് ഉണ്ടാക്കണു ചിൽഡ്രൻസിന്, കുട്ടികൾക്ക് കളിക്കാനുള്ളത്, അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ട് ശരിയാക്കണം. അപ്പോൾ അതിനൊക്കെ ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് അവർ പൈസ പിരിച്ചെടുക്കും. അപ്പോൾ പാരൻസ് മീറ്റിംഗ് വെച്ചിട്ട് അവരോട് പറയും ഇത്ര രൂപ, ഒരാൾ ഇത്ര രൂപ വെച്ച് കൊടുക്കണമെന്ന്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാ ഒരു ചിലവാണ് അല്ലേ. ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഓരോ കാര്യത്തിനായിട്ട് അവർ പൈസ വാങ്ങിക്കും. ഇപ്പോൾ ഒരു ആനുവൽ ഡേ നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഫിലിമിനെ ആക്ടറിനെയോ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ അങ്ങനെ കുറച്ച് ഇനാഗ്രേഷൻ ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ചിലവെന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കും. അപ്പോൾ അതിലൊരു വീട്ടമ്മ പറഞ്ഞതിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടോ ഇന്ന് ഞാൻ പറയണത്. കാരണം അവർ പറയണത് എന്താ വെച്ചാൽ അവരുടെ ഹസ്ബൻഡിന് മാത്രമേ ജോലിയുള്ളൂ. ആ ജോലി കൊണ്ട് വേണം ഈ 2 കുട്ടികളെ പഠിപ്പിക്കാനും
പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ബാക്കിയുള്ള നമ്മുടെ അറിയാലോ നമുക്ക് എന്തൊക്കെ ചിലവുകളുണ്ടെന്നുള്ളത്. അതിനിടയ്ക്കായിരിക്കും ഈ സ്കൂളിൽ നിന്നുള്ള എക്സ്ട്രാ ചിലവുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നത്. ഓൾറെഡി ബുക്കിനായിട്ടും അങ്ങനെയായിട്ട് ഇങ്ങനെയായിട്ടൊക്കെ കുറേ ചിലവായി കഴിഞ്ഞിട്ട് 1-2 മാസം കഴിയുമ്പോഴത്തേക്കും പിന്നെ ഓരോരോ ചിലവുകളുടെ ലിസ്റ്റ് ഇങ്ങനെ തരികയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരാൾക്കടെ ഈ ശമ്പളത്തിൽ നിന്ന് മിച്ചം വയ്ക്കാൻ ഒന്നും പറ്റാതെ ശരിക്കും ടൈറ്റ് ആവണ സമയമെന്നാണ് പറയുന്നത്. അത് മിക്ക വീട്ടിലും അങ്ങനെ ആയിരിക്കാം. അത് വലിയ വലിയ സ്കൂളിൽ ചേർക്കുമ്പോഴാട്ടോ ഈ പ്രശ്നമുള്ളൂ. നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ ചേർത്താൽ ഇങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം വന്ന് അവർക്ക് ഭയങ്കര കൊറോണ കഴിഞ്ഞ പിന്നെ അവർ കുട്ടികളൊക്കെ കുറച്ച് ചെറുതായി തന്നെ ജോലിക്കൊന്നും പോയില്ല. പിന്നെ ബുദ്ധിമുട്ടാണ് ഒരാളുടെ, എന്നാലും സാരമില്ല എന്ന് കരുതി കുട്ടികളെ നോക്കണേലോ, അത് കാരണം ജോലിക്കൊന്നും പോകാതെ ഇരുന്നു. കഴിഞ്ഞ വർഷം തൊട്ടാണ് ഈ സ്കൂളിൽ നിന്ന് ഓരോ ലിസ്റ്റ് ഇങ്ങനെയൊക്കെ വന്നു എന്ന് പറഞ്ഞത്. അപ്പോഴാണ് അവർക്ക് തോന്നിയത് ഇങ്ങനെ ഒരാളുടെ ഈ ശമ്പളത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ കിട്ടിയ ശമ്പളത്തിൽ നിന്ന് കുറച്ച് പകുതി ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കും കുട്ടികൾക്ക്. ആർക്കെങ്കിലുമൊക്കെ ഓരോരുത്തർക്ക് എന്തെങ്കിലുമൊക്കെ വരുമല്ലോ. അപ്പോൾ പുള്ളിക്കാരിക്ക് തോന്നിയത് എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും ജോലിക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിക്ക് ഇപ്പോൾ ജോലി കിട്ടിയിട്ടോ. ഒരു തരക്കേടില്ലാത്തൊരു ജോലി കിട്ടി, ശമ്പളമൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ പറയുകയാണ് ഇപ്പോഴാണ് ചേച്ചി ഹാപ്പി ആയത് വീട്ടിൽ. കാരണം ഒരു എക്സ്ട്രാ ഇൻകം വന്നൂല്ലോ. ഇപ്പോൾ സ്കൂളിൽ നിന്ന് അവർ പറഞ്ഞാലും, കാരണം കുട്ടികളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കണം, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അവരവിടെ ചേർത്തതും. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം പൈസയൊക്കെ വന്നു തുടങ്ങി. ഹാപ്പിയാണ് അത് കാരണം വീട്ടിൽ രണ്ടുപേർക്കും. അല്ലെങ്കിൽ വീട്ടിൽ ഈ സാമ്പത്തികം കുറയുമ്പോൾ വീട്ടിലും പ്രശ്നങ്ങൾ വരും. ഭർത്താവും ഭാര്യയും തമ്മിൽ ചിലപ്പോൾ എന്തെങ്കിലും പൈസയുടെ പേരിലാണ് കൂടുതലും വരുന്നതല്ലേ. അത് ശരിയാട്ടോ, പൈസ വേണം, അല്ലാതെ ഒന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പൈസ ഉണ്ടെങ്കിൽ, അതായത് പണം ഉണ്ടെങ്കിലേ നമുക്ക് 4 പേരുടെ മുമ്പിലൊന്ന് തല ഉയർത്തി നിൽക്കാൻ പറ്റൂ. അത് സത്യമാണത്. പല അനുഭവങ്ങളും ഓരോരുത്തരും പറയണ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഏതൊരു വീട്ടിലും നമ്മുടെ സ്വന്തക്കാർ വേണ്ട, നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയി ഭർത്താവ് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കണു. സ്വന്തം വീട്ടിൽ ഇപ്പോൾ ഭർത്താവിന് ഈ എന്താ പറയുക പൈസ കുറവാണ്, ശമ്പളം കുറവാണ്, അല്ലെങ്കിൽ വരുമാനം കുറവാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം വീട്ടിൽ പോയി പറഞ്ഞാൽ പോലും അവർക്ക് തന്നെ അത് ഒരു ഇഷ്ടക്കേടാണ്. പണം ഇല്ല, എന്നും മോള് വന്ന് ഇങ്ങനെ ഇല്ലാപ്പാട്ട് പാടാനേ നേരമുള്ളൂ എന്ന് ചിലവർ തള്ളന്മാരൊക്കെ പറയും. ചില അമ്മമാരൊക്കെ പറയാറുണ്ടല്ലേ, മോള് വന്നു ഇനിയിപ്പോൾ അവക്കടെ ഇല്ലാപ്പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം പറയണത് കേൾക്കണം എന്നാണ് ഈ പറയുന്നത്. സ്വന്തം അമ്മയാണ് ഈ പറയണമെന്ന് ഓർക്കണം കേട്ടോ. സഹോദരിമാരായിക്കോട്ടെ അല്ലെങ്കിൽ സഹോദരൻ്റെ ഭാര്യ ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും ഇല്ലായ്മ കൊണ്ട് പറയുകയാണെങ്കിൽ പിന്നെ അവർക്കത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ്? നമ്മുടെ കയ്യിൽ പണം ഇല്ലാഞ്ഞിട്ടല്ലേ. അപ്പോൾ നമ്മൾ 2 പേരും ജോലിക്ക് പോകുമോ, അല്ലെങ്കിൽ 2 പേരും ഒരു പണം ഒരാളുടെ തന്നെ ആശ്രയിച്ചിരിക്കാതെ 2 പേര് അവരവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ കേൾക്കേണ്ടി വരുമോ? അപ്പോൾ ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, പണം ഉണ്ടെങ്കിലേ നമുക്ക് അഭിമാനത്തോടെ നിൽക്കാൻ പറ്റൂ എന്നുള്ളത് ശരിയല്ലേ. ഒരു ജോലി ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്കൊരു വരുമാനം ഉണ്ടാകുന്ന എന്തെങ്കിലും, എന്തായിക്കോട്ടെ, ബിസിനസ്സായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന എന്തെങ്കിലും ഒരു 10 രൂപ വരുമാനം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ വീട്ടിൽ ഹാപ്പി ആയിരിക്കും, നമുക്കും ഒരു സന്തോഷം ഉണ്ടാകും അല്ലേ. നമ്മളും 4 പേരുടെ മുമ്പിൽ അഭിമാനത്തിൽ നമുക്ക് നിൽക്കാമല്ലോ. ഈ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് എന്നും അതില്ല ഇതില്ല ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഒന്നാമത് അങ്ങനെ പറയരുത്. എപ്പോഴും നമ്മൾ ഈ ദാരിദ്ര്യം എന്ന് പറയരുത്. പറയും തോറും ദാരിദ്ര്യം കൂടുമെന്നാണ് പറയണത്. എപ്പോഴും നമ്മൾ അങ്ങനെ ഇല്ല എന്നുള്ളൊരു വാക്കുകൾ ഒന്നിലും ഉൾപ്പെടുത്തരുതെന്നാണ് പറയണത്. ഇപ്പോൾ ഒരു വരുമാനമുള്ള വീട്ടമ്മ വരുമാനം ഇല്ലാത്ത വീട്ടമ്മയും ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ കൂടുതലും ആ മൂന്നാമത്തെ ആൾ വർത്തമാനം പറയുന്നത് ഈ വരുമാനമുള്ള വീട്ടമ്മയോടായിരിക്കും. ഒരിക്കലും വരുമാനം ഇല്ലാത്ത വീട്ടമ്മയോടായിരിക്കില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെയാണ് ജനങ്ങൾ, അങ്ങനെയാണ്. പണം ഉണ്ടോ അവിടെ ഉള്ളൂ വില. അപ്പോൾ ഇന്ന് ഇത്രയും മതി. എല്ലാവരും പണം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്, ഓട്ടപ്പാച്ചിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോയിലൂടെ വരാം. അതുവരെ എല്ലാവർക്കും